ബെറ്റർ എഡ്യൂക്കേഷൻ, നല്ല ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷ, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ പ്രൈവറ്റ് സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള അമിത ഫീസൊക്കെ കൊടുത്ത് കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോൾ സ്കൂളിനുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നെന്ന് അറിഞ്ഞാൽ എൻ്റെ ചോദ്യം, ആ ടൈമിൽ ഈ സ്കൂളിലെ ആയമാർ എവിടായിരുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എവിടായിരുന്നു, മറ്റ് തൊഴിലാളികൾ, ജീവനക്കാരൊക്കെ എവിടായിരുന്നു? ഹെയ്സൽ ബെൻ എന്ന് പറഞ്ഞ ഈ പൊന്നുമോള് 4 വയസ്സ് മാത്രം പ്രായമുള്ള സ്കൂളിലെ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുഞ്ഞിനോടൊപ്പം ഇനായ എന്ന പേരുള്ള മറ്റൊരു കുഞ്ഞിൻ്റെ കാലിലൂടെ വണ്ടി കയറി ഇറങ്ങുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളുടെ ദേഹത്തൂടെയാണ്, ശരീരത്തിലൂടെയാണ് ഈ വണ്ടി കയറി ഇറങ്ങിപ്പോയത്. അപ്പോൾ എന്ത് ഉത്തരവാദിത്തമില്ലായ്മയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം അതിനെക്കുറിച്ച് അതിന് വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നല്ലത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനെ പരിഹരിക്കാനായിട്ട് ആളുകൾ മുമ്പോട്ടിറങ്ങി വരൂ. റോഡിലെ കുഴിയിൽ വീണ് ഒരാൾ മരണപ്പെട്ടാൽ മാത്രമേ ആ കുഴി മൂടുന്നതിനെക്കുറിച്ച് അധികൃതർ ചിന്തിക്കൂ. സ്കൂളിൻ്റെ മുകളിലൂടെ പോകുന്ന ഇലക്ട്രിസിറ്റി ലൈനിൽ ഒരു കുഞ്ഞ് ഷോക്കടിച്ച് മരണപ്പെട്ടപ്പോൾ മാത്രമാണ് ആ ലൈൻ കമ്പി അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അത് സുരക്ഷിതമായിട്ട് അത് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നത്. ഓരോ സംഭവങ്ങളും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മൾ ആരും ഇത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ബസ് ഡ്രൈവറിന് കാണാൻ പറ്റിയില്ല, ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ബാക്കിലൂടെ പോയതിനാലാണ് കാണാൻ പറ്റാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ കൂടെ ആയമാരോ അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സോ ആരും ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് ഒരുക്കി അയക്കുമ്പോൾ ഒരിക്കലും ഇതുപോലെയുള്ള വാർത്തകൾ ഒരു മാതാപിതാക്കളും ആരും പ്രതീക്ഷിക്കുന്നതല്ല.